എല്ലാ സ്ഥലത്തും ലൈറ്റുകൾ തിളങ്ങുമ്പോൾ കോട്ടയക്കുളത്ത് ഒരു ചെറിയൊരു ഇരുട്ടാണ്. അപ്പോൾ നമ്മുടെ കോട്ടയക്കുളത്തിന് വേണ്ടിയിട്ടും ഒരു മിനി മാസ് ലൈറ്റ് നമ്മുടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇരുട്ടാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് നോക്കാം കോട്ടയക്കുളത്ത് എത്രത്തോളം വെളിച്ചം പകർന്ന് കിട്ടുന്നുണ്ടെന്ന്. അടിപൊളി കണ്ടോ, ഇത്രയും വെളിച്ചമുള്ള ലൈറ്റാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ ഒന്നും വീട്ടിൽ കറണ്ട് ബില്ലിൻ്റെ ആവശ്യമില്ല, കാരണം പറഞ്ഞാൽ അത്രമാത്രം വെളിച്ചം തുടങ്ങി. ഇപ്പോൾ വെളിച്ചം കുറയ്ക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സംശയം. മറ്റുള്ള സ്ഥലത്തെക്കാളൊരു കുറച്ച് വെളിച്ചം കൂടുതലെന്ന് തോന്നും, എന്താണെന്നറിയില്ല. കോട്ടയക്കുളം മൊത്തത്തിൽ തിളങ്ങുകയാണ്. അതുകൊണ്ട് വെടിക്കെട്ടടക്കം എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ MLA, പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, ഓമനക്കുട്ടൻ മാഷ് എന്നു വേണ്ട പല പ്രമുഖ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിലാണ് ഇവിടെ ഈ ഉദ്ഘാടനം കഴിഞ്ഞത് മിനി മാസിൻ്റെ. പിന്നെ വെടിക്കെട്ടാതെ വെടിക്കെട്ടായിരുന്നു. ശരിക്കും പ്രസംഗം പോലും കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള വെടിക്കെട്ടാണ് അവിടെ അറേഞ്ച്. സ്വാഗത പ്രസംഗം ഹരിയും, തുടർന്ന് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനക്കുട്ടൻ മാഷ് എന്നിവർ അവസാനമായി കപ്പളിക്കാമടം മറീസ് കുട്ടിച്ചേട്ടൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മിനിമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഉദ്ഘാടനം പ്രമാണിച്ച് കോട്ടയക്കുളം നിവാസികൾക്കെല്ലാം ലഡു വിതരണം കൂടി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞു. ഇനി തുടർന്ന് നിങ്ങൾ നമ്മുടെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളെല്ലാം കേട്ടുകൊണ്ടേ ഇരിക്കുക. വരും കഴിഞ്ഞ വർഷങ്ങളിലെ ഫണ്ടിലെ ഒരു പങ്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇടണം എന്ന് ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചു. ഇത്തരം ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രധാന കവലകൾ, അത് കഴിഞ്ഞ് പിന്നെ തീരുമാനിച്ചത് നമ്മുടെ ആരാധനാലയങ്ങളാണ്. എല്ലാ പള്ളികളുടെയും അമ്പലങ്ങളുടെയും കാവുകളുടെയും മുൻപിൽ ഈ ലൈറ്റ് ഇടുന്നതിനാവശ്യമായ ഫണ്ട് മാറ്റിവെച്ചു. ഈ രൂപത്തിൽ ജനങ്ങൾ എവിടെയാണോ ഒത്തുകൂടുന്നത് അവിടെയെല്ലാം നല്ല വെളിച്ചമുണ്ടാവണം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് ആലത്തൂർ മണ്ഡലത്തിലെ 7 പഞ്ചായത്തിലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പഞ്ചായത്തിലും 100 കണക്കിന് ലൈറ്റുകളാണ് ഇതിനിടയിൽ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വരുന്ന മാസങ്ങളിൽ കുറച്ച് ലൈറ്റുകൾ കൂടി സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് ആരാധനാലയങ്ങളുടെ മുൻപിലും ലൈറ്റ് സ്ഥാപിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാനും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മളെല്ലാം ചേർന്ന് ഈ ലൈറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഇന്ന് ചെയ്യുന്ന എല്ലാ ലൈറ്റുകളും പ്രധാനമായിട്ട് കോട്ടയക്കുളം മേനോന്തിരിച്ച് പട്ടയംപാടം കൊന്നക്കൽ കടവ. പൊതുവേ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു സ്ഥിരം കാര്യമാണ്, നമ്മൾ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുന്നു കേൾക്കുന്ന കാര്യമാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്ത 4 ലൈറ്റുകൾ ഈ വാർഡിൽ മാത്രമാണ്. അത് മാത്രമല്ല, ആനച്ചിറ MLA ഫണ്ട് ഉപയോഗിച്ച് ആനച്ചിറ വഴി കൊന്നേക്കൽ കടവിലേക്ക് 25 ലക്ഷം രൂപ, നിങ്ങളിവിടുന്ന് കൊട്ടടി വാൽക്കൊമ്പ് റോഡിലേക്ക് 75 ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ എത്തിച്ച് ആ റോഡ് പണി പൂർത്തിയാക്കാൻ വേണ്ടി സൈഡ് പ്രൊട്ടക്ഷനും 4 കൽവെട്ടും ഉൾപ്പെടെ കോൺക്രീറ്റ് ചെയ്ത് വാൽക്കൊമ്പിലേക്ക് കടക്കാനുള്ള മനോഹരമായ റോഡ്. ഇതെല്ലാം MLA ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് മറിച്ച് വികസന പ്രവർത്തനം വരുമ്പോൾ നമുക്ക് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നാട്ടുകാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ കഴിയുക എന്ന് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ വലിയ പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് അത് തുടർന്നും അത്തരത്തിലുള്ള സഹകരണവും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. MLA ഹുസൈൻ സാർ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധ്യക്ഷ ഓമനക്കുട്ടൻ മാഷ്, എല്ലാവരും, പിന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി MLA സാർ അവരുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വന്നു ചേർന്ന എല്ലാവർക്കും, എല്ലാ നേതാക്കന്മാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കഴിച്ചോ ഭാവിച്ചുണ്ടെങ്കിൽ മുഖത്തൊരു സന്തോഷം കണ്ട. ഭാവിച്ചാണ് കിട്ടിയില്ല തോന്നുന്നല്ലേടോ. വരും പുറകിൽ വരും. കംപ്ലീറ്റ് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. കോട്ടക്കുളം അതെ ഒക്കെ വരും. MLA യും സഹചാരികളും കോട്ടക്കുളം മൊത്തം വെളിച്ചം കൊണ്ട് അല്ലേ ആറാടുകയാണ്. കോട്ടക്കുളം ആറാടുകയാണെന്ന്
നല്ല വെളിച്ചം കേട്ടോ. സാധാരണ മറ്റുള്ള സ്ഥലങ്ങളെക്കാളും കുറച്ച് വെളിച്ചം കൂടുതലുണ്ടോയെന്നൊരു സംശയമുണ്ട് കോട്ടക്കുളത്ത്. എന്താ ലൈറ്റ് കാശ് നോക്കിയില്ല തോന്നുന്നു അല്ലേ? ഇവിടത്തേന് കുറച്ച് വെളിച്ചം കൂടുതലുണ്ടോയെന്നൊരു സംശയമുണ്ട് അല്ലേ?